രതീഷ്, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസിന് കുറച്ചുകൂടി വ്യക്തത വന്നിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങളിലും കൂടുതൽ വെരിഫിക്കേഷൻ ആവശ്യമാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അത് ഈ പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന കുറ്റസമ്മത മൊഴി, അതായത് വെഞ്ഞറമൂട് സ്റ്റേഷനിൽ വന്ന് കൊലപാതകം നടത്തിയെന്ന് അവകാശപ്പെട്ട ശേഷം ഇയാൾ എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന ചില കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. അത് ഒരുപക്ഷെ ആദ്യമായിട്ടാകും പുറത്തേക്ക് വരുന്നത്. പ്രതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അയാളുടെ പിതാവിന് ഗൾഫിൽ ബിസിനസ് നടത്തി വലിയ കടബാധ്യത സംഭവിച്ചിരുന്നു. ഈ കടബാധ്യത മാറ്റാൻ നിരന്തരം ഈ പിതാവ് നാട്ടിൽ ബന്ധുക്കളോടൊക്കെ പണം ആവശ്യപ്പെട്ടിരുന്നു. സഹോദരങ്ങളോട്, ഒപ്പം ഉമ്മയോട് ഒക്കെ ഈ പ്രതിയുടെ പിതാവ് സഹായം ചോദിച്ചിരുന്നു. പക്ഷെ അവരൊന്നും സഹായിക്കാൻ തയ്യാറായില്ല. ആ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം പിതാവ് ഈ കുടുംബവുമായി ബന്ധപ്പെടുകയും സാമ്പത്തികമായി മുന്നോട്ട് പോകാൻ ഇനിയൊരു നിർവാഹവുമില്ല, നാട്ടിൽ നിന്ന് പണം കിട്ടിയാലേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നൊക്കെ അറിയിച്ചിരുന്നു. ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഈ സാമ്പത്തിക പ്രയാസത്തിൽ മനംനൊന്ത് ഈ പ്രതിയുടെ ഉമ്മ ആത്മഹത്യയ്ക്ക് പദ്ധതിയിട്ടിരുന്നു എന്നുള്ള വിവരം കൂടി പോലീസിന് ഇയാളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആ കാര്യം പിന്നീട് ആ ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് അവർ പിന്മാറുകയായിരുന്നു. അപ്പോഴേക്കാണ് ഈ പ്രതി ഇത് മാനസികമായി ഏറ്റെടുത്തത്. ഈ വിഷയം, പിതാവിൻ്റെ കടബാധ്യത, ഉമ്മ ആത്മഹത്യ മുനമ്പിൽ നിൽക്കുന്നു. അപ്പോൾ ഇയാളുടെ ഉള്ളിൽ സഹായിക്കാത്ത ബന്ധുക്കളോടുള്ള വലിയ പ്രതികാരം ഉദിക്കുകയായിരുന്നു. ആ പ്രതികാരത്തിൻ്റെ ഭാഗമായിട്ട് പ്രതി തന്നെ ഇവരോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു. പക്ഷേ ഇവരാരും കൊടുക്കാൻ തയ്യാറായില്ല. ഇതോടുകൂടി ഇയാൾ കൊലപാതകം നടത്താൻ ഓരോരുത്തരെയായി പ്രതികാരത്തിൻ്റെ ഭാഗമായി വകവരുത്താൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആദ്യം ഇയാൾ ഉപ്പയുടെ ഉമ്മ, ആ പാങ്ങോട് സ്വദേശിയായ വൃദ്ധയുടെ വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ എത്തി അവരെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ സ്വർണ്ണമാല ഈ പ്രതി കവരുകയും അത് വിറ്റ് ആ പണം കൊണ്ട് ചുറ്റിക വാങ്ങി ആ ചുറ്റികയുമായിട്ടെത്തിയാണ് ബാക്കി എല്ലാവരെയും ഇയാൾ ആക്രമിക്കുന്നതെന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഈ പിതാവിൻ്റെ ജ്യേഷ്ഠനെയും ഭാര്യയെയും കൊലപ്പെടുത്തുന്നു. എസ്.എൻ. പുരത്ത് വെച്ച് അവരുടെ വീട്ടിലെത്തി. അതിനുശേഷം വീട്ടിലെത്തി ഉമ്മയെയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്, സഹോദരനെയും കൊലപ്പെടുത്തുകയാണ്. കാമുകിയെ കൂടി വിളിച്ചു വരുത്തി ഇയാൾ എല്ലാവരെയും കൊലപ്പെടുത്തിയ ശേഷം ഇയാളും മരിക്കുക എന്നുള്ളതായിരുന്നു ഇയാളുടെ ഉദ്ദേശം. അപ്പോൾ ഇയാൾ അതിന്റെ ഭാഗമായിട്ടാണ് എലിവിഷം കഴിച്ചത്. പക്ഷേ പോലീസിനോട് അനന്തനിലേക്ക് വരാൻ